പനി വരുമ്പോൾ മിക്കവരും ഒരു പാരാസെറ്റമോൾ ഗുളിക എടുത്തങ്ങ് കഴിക്കും. ആ ചൂട് എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതി എന്നാകും അപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഗുളിക കഴിച്ച് പനി കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ പവറുകളിൽ ഒന്നാണ് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. പനിയൊരു രോഗമല്ല, അതൊരു തകരാറുമല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറിയ ശത്രുക്കളെ ചുട്ടരിക്കാൻ ശരീരം തന്നെ മനഃപൂർവ്വം കത്തിക്കുന്ന ഒരു ആന്തരിക അഗ്നിയാണത്. ശരീരം ചൂടായി പൊള്ളുമ്പോൾ, തലവേദനയും തളർച്ചയും അനുഭവപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും, ദാ രോഗാണുക്കൾ എന്നെ ആക്രമിച്ചു കഴിഞ്ഞു, എന്റെ ശരീരം പരാജയപ്പെടാൻ പോകുന്നു, അബദ്ധത്തിൽ പറ്റിയ എന്തോ തകരാറാണ് ഈ പനി. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഒരു വൈറസോ ബാക്ടീരിയയോ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അതേ നിമിഷം തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പനി വരാത്തത്? എന്തുകൊണ്ടാണ് പനി അനുഭവപ്പെടാൻ മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ എടുക്കുന്നത്? നിങ്ങൾ ആദ്യമായി പനിയുടെ ചൂടറിയുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ അതീവ രഹസ്യവും സങ്കീർണവുമായ ഒരു അദൃശ്യ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പനി എന്നത് അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ശരീരം ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അതിസങ്കീർണമായ തന്ത്രങ്ങളിലൂടെ ബോധപൂർവം നടപ്പാക്കുന്ന ഒരു ആസൂത്രിത യുദ്ധമുറയാണ്. ഈ ഒരു പരമ്പരയിലൂടെ പനിയുടെ സമ്പൂർണ്ണ ശാസ്ത്രം നമ്മൾ അനാവരണം ചെയ്യാൻ പോവുകയാണ്. ഒരു രോഗാണു ശരീരത്തിൽ കയറുന്ന ആദ്യ നിമിഷം മുതൽ ശരീരം ബോധപൂർവം അതിന്റെ താപനില ഉയർത്തുന്നത് വരെയും ആ ചൂട് എങ്ങനെയാണ് രോഗാണുക്കൾക്കെതിരായുള്ള മാരകമായ ആയുധമായി മാറുന്നത് എന്നുവരെയുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മൾ പഠിക്കും. ഈ 1-ാം ഭാഗത്തിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച ആദ്യ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുറമേ യാതൊരു ലക്ഷണവുമില്ലാതെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി കാണാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ വില്ലനെ പരിചയപ്പെടാം. ശാസ്ത്രലോകം ഇവനെ വിളിക്കുന്നത് ആന്റിജൻ എന്നാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്ത പ്രതിരോധ സംവിധാനത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന ഏതൊരു അപരിചിത തന്മാത്രയും ഒരു ആന്റിജനാണ്. ഇതൊരു വൈറസിന്റെ ചെറിയൊരു കഷ്ണമോ ബാക്ടീരിയയുടെ ഉപരിതലത്തിലുള്ള പ്രോട്ടീനോ അവ പുറപ്പെടുവിക്കുന്ന വിഷാംശങ്ങളോ അല്ലെങ്കിൽ ഒരു പരാതത്തിന്റെ ഭാഗങ്ങളോ ആകാം. നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക. പക്ഷേ ഈ ആന്റിജനുകൾക്ക് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ശക്തമായ കോട്ടമതിലുകളുണ്ട്. നമ്മുടെ ചർമ്മം, ശ്ലേഷ്മ ചർമ്മങ്ങൾ, ശ്വാസകോശപാത എന്നിവയെല്ലാം ഈ ശത്രുക്കളെ തടഞ്ഞു നിർത്തുന്ന ഭൗതിക അതിർത്തികളാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പഴുതിലൂടെ, ഒരു പക്ഷേ തൊലിപ്പുറത്തെ ചെറിയൊരു പോറൽ വഴിയോ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ ശ്വസനത്തിലൂടെയോ ഈ ആന്റിജൻ അതിർത്തി ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ജന്മസിദ്ധമായ പ്രതിരോധ സംവിധാനം ആദ്യമായി രംഗത്തിറങ്ങുന്നത്. അവർ നമ്മുടെ അതിർത്തി കാക്കുന്ന ആദ്യത്തെ കാവൽക്കാരാണ്. ഈ കാവൽക്കാർ എപ്പോഴും നമ്മുടെ കോശങ്ങൾക്കിടയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇവരിൽ പ്രധാനമായും മാക്രോഫാജുകളും ന്യൂട്രോഫിലുകളും ഡെൻഡ്രിറ്റിക് കോശങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇവരെ ഒരു ക്ലബിന്റെ മുന്നിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയായി സങ്കല്പിക്കാം. ലോകത്ത് കോടിക്കണക്കിന് വൈറസുകളും ബാക്ടീരിയകളും ഉണ്ടല്ലോ. ഇവരെല്ലാം ദിനം പ്രതി രൂപം മാറിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റികൾക്ക് എങ്ങനെയാണ് ഇത്രയും പേരെ ഒറ്റ നോട്ടത്തിൽ ശത്രുക്കളാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? ഓരോരുത്തരുടെയും മുഖം ഓർമ്മിച്ചു വെക്കുക അസാധ്യമല്ലേ? ഇവിടെയാണ് രസകരമായ തന്ത്രം. ഇവർ ഓരോ വ്യക്തിയെയും തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. പകരം ശത്രുക്കൾ സ്ഥിരമായി ധരിക്കുന്ന യൂണിഫോമിലെ പാറ്റേണുകൾ സ്കാൻ ചെയ്യുന്നു. ഈ കാവൽക്കാരുടെ ഉപരിതലത്തിൽ പ്രത്യേക റിസപ്റ്ററുകളുണ്ട്. ഇവയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്ററുകൾ. ഇതിൽ പ്രധാനികളാണ് ടോൾ ലൈക്ക് റിസപ്റ്ററുകൾ. ഇവ ശത്രുക്കളുടെ പേരോ ID കാർഡോ അല്ല നോക്കുന്നത്. പകരം അവർ ഏത് ഗ്യാങ്ങിൽപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പൊതുവായ അടയാളങ്ങളാണ് സ്കാൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, മിക്ക ബാക്ടീരിയകളുടെയും പുറംചട്ടയിലുള്ള ലിപ്പോപോളിസാക്കറൈഡ് അല്ലെങ്കിൽ വൈറസുകളുടെ RNA, ഇതൊന്നും നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള സാധനങ്ങളെ അല്ല. അതിനാൽ ഇത്തരമൊരു പാറ്റേൺ കാണുമ്പോൾ ഇത് നമ്മുടെ ആളല്ല, പുറത്തു നിന്നുള്ള ഏതോ ഗ്യാങ് ആണ് എന്ന് കാവൽക്കാർ ഉറപ്പിക്കുന്നു. ശത്രുവിനെ തിരിച്ചറിഞ്ഞ ഉടൻ ഈ കാവൽക്കാർ എന്താണ് ചെയ്യുന്നത്? അതിനെ വെടിവെച്ചിടുകയല്ല, പകരം അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങുകയാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ശത്രുവിനെ വിഴുങ്ങുന്നതിനൊപ്പം തന്നെ ഈ കോശങ്ങൾ അതിശക്തമായ രാസസന്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഇവയാണ് സൈറ്റോകൈനുകൾ. കാവൽക്കാർ ശത്രുവിനെ നേരിടുമ്പോൾ തന്നെ ഒപ്പം തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു എമർജൻസി അലേർട്ട് മെസ്സേജ് ഇടുന്നത് പോലൊരു SOS സിഗ്നലാണിത്. പനി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ചില പൈറോജനിക് സൈറ്റോകൈനുകൾ ഇവയാണ്: ഇന്റർലൂക്കിൻ 1 ബീറ്റ, ഇന്റർലൂക്കിൻ 6, TNF ആൽഫ. ഈ സൈറ്റോകൈൻ സന്ദേശങ്ങൾക്ക് 3 ജോലികളുണ്ട്. ഒന്ന്, ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ അവിടേക്കുള്ള രക്തയോട്ടം കൂട്ടി വീക്കം, നീർവീക്കം എന്നിവയെല്ലാം ഉണ്ടാക്കുക.
രണ്ടാമതായി കൂടുതൽ പ്രതിരോധ കോശങ്ങളെ ഈ യുദ്ധഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുക. മൂന്നാമതായി രക്തത്തിലൂടെ നീന്തി ചെന്ന് നമ്മുടെ തലച്ചോറിന് സന്ദേശം നൽകുക, ശരീരത്തിൽ വലിയൊരു അധിനിവേശം നടക്കുന്നുണ്ട് എന്ന്. ഇനി ഇവിടെ മറ്റൊരു പ്രധാന കഥാപാത്രമുണ്ട്, ഡെൻഡ്രിറ്റിക് കോശങ്ങൾ. ഇവർ നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർമാരെ പോലെയാണ്. ഇവർ ബാക്ടീരിയയെ വിഴുങ്ങിയ ശേഷം അതിനെ വെറുതെ ദഹിപ്പിച്ച് കളയുന്നതിന് പകരം ആ ശത്രുവിന്റെ യൂണിഫോമിലെ ചില ഭാഗങ്ങൾ സ്വന്തം ശരീരത്തിന് പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ലിംഫ് നോഡുകളിലേക്ക് ഓടുന്നു. ഈ ലിംഫ് നോഡുകളാണ് നമ്മുടെ പ്രതിരോധ വ്യൂഹത്തിന്റെ മിലിറ്ററി ബേസുകൾ. അവിടെയാണ് നമ്മുടെ ഏറ്റവും അപകടകാരികളായ സ്പെഷ്യൽ ഫോഴ്സ് കാത്തിരിക്കുന്നത്, ടി കോശങ്ങളും ബി കോശങ്ങളും. ഇന്റലിജൻസ് ഓഫീസർ ഓടിച്ചെന്ന് സ്പെഷ്യൽ ഫോഴ്സിന് ശത്രുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് ശത്രു, ഇവനെതിരെ പോരാടാൻ കൃത്യമായ ആയുധങ്ങൾ തയ്യാറാക്കൂ. ഇവിടെയാണ് നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണരുന്നത്. ശരീരത്തിനകത്ത് ഇത്രയൊക്കെ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ സമയത്തൊന്നും പനി അനുഭവപ്പെടില്ല. ശരീരം തണുത്തു തന്നെയിരിക്കും. ഇവിടെയാണ് ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ താപനില നിയന്ത്രിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. അതാണ് ഹൈപ്പോതലാമസ്. ഈ ആദ്യ മണിക്കൂറുകളിൽ ഹൈപ്പോതലാമസിന്റെ സെറ്റ് പോയിന്റ് ഇപ്പോഴും സാധാരണ നിലയിലാണ്, 37°C. നേരത്തെ പറഞ്ഞ കോശങ്ങൾ പുറത്തുവിട്ട ആ സൈറ്റോകൈനുകൾ രക്തമെന്ന ഹൈവേയിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലെ രക്തക്കൊഴലുകളിലെത്തുമ്പോൾ അവിടെ COX-2 എന്നൊരു എൻസൈമിനെ സജീവമാക്കുന്നു. ഈ COX-2 ആണ് ഹൈപ്പോതലാമസിലെ തെർമോസ്റ്റാറ്റിന്റെ ഡയൽ തിരിച്ചുവെക്കാൻ പോകുന്ന രാസപ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. അതായത് നിങ്ങൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ആ പനി ഒരു യാദൃശ്ചികമായ തകരാറല്ല, അത് മണിക്കൂറുകൾ നീണ്ട ഈ ആസൂത്രിത തയ്യാറെടുപ്പുകളുടെ അവസാന നിമിഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് പനിയുടെ ഒന്നാം ഘട്ടമാണ്. ആന്റിജൻ ശരീരത്തിൽ പ്രവേശിക്കുന്നു, സെക്യൂരിറ്റി കോശങ്ങൾ പാറ്റേണുകൾ നോക്കി ശത്രുവിനെ തിരിച്ചറിയുന്നു, സൈറ്റോകൈൻ സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു, ഇന്റലിജൻസ് ഓഫീസർമാർ ലിംഫ് നോഡിലേക്ക് ഓടുന്നു, തലച്ചോറിലെ തെർമോസ്റ്റാറ്റ് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നു. ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹൈപ്പോതലാമസ് താപനില ഉയർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൈറ്റോകോൺട്രിയ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഉയർന്ന താപനിലയിൽ ബാക്ടീരിയകൾ തളരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സ് കോശങ്ങൾക്ക് എങ്ങനെയാണ് പവർ കൂടുന്നത്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഈ ശത്രുവിനെ മാത്രം ലക്ഷ്യമിട്ട് ആന്റിബോഡികൾ നിർമ്മിക്കുന്നത്. രണ്ടാം ഭാഗത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം ആഴത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് പനി എന്നത് ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം മണിക്കൂറുകളെടുത്ത് കൃത്യമായ രാസപ്രവർത്തനങ്ങളോടെ തയ്യാറാക്കുന്ന ഒരു പ്രതിരോധ ജൈവായുധമാണ്. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ പനി തോന്നുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു പാരാസെറ്റമോളോ മറ്റു മരുന്നുകളോ കഴിച്ച് ആ താപനില നിർബന്ധിതമായി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം സ്പെഷ്യൽ ഫോഴ്സിനെ നമ്മൾ തന്നെ നിരായുധീകരിക്കുകയാണോ ചെയ്യുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അടുത്ത ഭാഗത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. പനിയെ ഒരു രോഗമായി കാണാതെ ശരീരത്തിന്റെ ഏറ്റവും മികച്ച പ്രതിരോധ ആയുധമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. നന്ദി.